എന്നാ പിന്നെ എന്നെ ഉറക്ക വിളിച്ചു പറയാം. പറഞ്ഞോ. ഏയാ ചേച്ചി മോളും കേട്ടാ? അല്ല വേണ്ട, ചെവി തരാം. പറഞ്ഞു തൊലക്കടാ. ഷോന്റെ അന്ന് എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല്, ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു, ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോകും. ഞങ്ങള് ഗ്രീൻ റൂമില് ഡാൻസിന് വേണ്ടിട്ട് റെഡി ആയിട്ട് ഞാൻ കോസ്റ്റ്യൂമിൽ നിൽക്കുമ്പോ ഫോട്ടോ എടുപ്പ് പരിപാടി ഉണ്ട്. അന്ന് നമ്മുടെ സ്പോൺസേഴ്സിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ എവിടെ പോണ്? വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണത് ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഇവൻ ആരെന്ന് അറിയണ്ടേ? ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ ആളാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തതും ഈ വീട്ടിൽ കൊണ്ടുപോയതും ഒക്കെ. സ്വാഭാവികം. ഇയാള് വന്ന് എന്റെ തോളി കൈയിട്ടു. വയസ്സാകാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഇളക്കം? തോളി കൈയിട്ടപ്പോ തന്നെ എനിക്കത് വളരെ അൺകംഫർട്ടബിൾ ആണ്. നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. അടുത്ത പ്രാവശ്യം അവള് പിച്ചാത്തിച്ച് കുത്തും, അതോടെ ഒടുക്കം. അന്ന് 17-18 ആ ഏജാ. അപ്പം എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ തോളിൽ കൈയിട്ടല്ലേ ഓക്കെ ഞാൻ നിന്നു കൊടുത്തു. അത് തെറ്റാണ്, ചെയ്യരുത് അങ്ങനെ. അത് ഇത്ര കഷ്ടായി പോയിട്ടോ. എത്ര വിഷമം ഉണ്ടാവില്ല. അയാള് പതുക്കെ ഫോട്ടോ എടുക്കുന്നു എന്ന് പറഞ്ഞ് കുറെ നേരമായിട്ട് ഈ കൈ പതുക്കെ ബാക്കിലോട്ട് അങ്ങ് ഇറക്കിക്കൊണ്ടു. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശവും പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. ഞാൻ തട്ടി മാറ്റിയിട്ട് ഞാൻ തിരിച്ച് ഗ്രീൻ റൂമിലോട്ട് ഓടി. മൂത്തുകുന്ന് ഇടിച്ചു പൊളിച്ച് ഞാൻ അണ്ടിപ്പള്ളിക്കാവാക്കുവേ. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. റിയാക്ട് അന്ന് എനിക്ക് ഫസ്റ്റ് ഭയങ്കര വിഷമം. നീയൊക്കെ കാരണം മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് പുറത്തിറങ്ങാൻ വയ്യാണ്ടായാലോടാ. ഇങ്ങനെയാണോ? എനിക്ക് ഭയങ്കര ഒരു ട്രോമ പോലെ ആയിപ്പോയി. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? കൂടെ വന്ന മെയിൽ ആർട്ടിസ്റ്റുകൾക്കൊക്കെ അടുത്ത ദിവസം ടിക്കറ്റ്. ഞങ്ങൾ കുറച്ച് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്ക് മാത്രം 2 ദിവസം കഴിഞ്ഞാണ് ടിക്കറ്റ്. എനിക്കൊരു വീക്കെൻഡ്സ് ഉണ്ടെന്ന് എനിക്കറിയാലോ. ഡിൻഡോൾഫിക്ക സുഡാൽഫിക്കി. വെളുപ്പിന് ഒരു 3-3:30 ആയപ്പോ ഞങ്ങളുടെ കഥകില് ആരോ വന്ന് തട്ടുന്നു. ഉറക്ക വിളിക്കുന്നില്ല, പതുക്കെ ഇങ്ങനെ പറയുന്നു. അയാൾ ഏതാണ്ട് ഒരു 15-20 മിനിറ്റോളം ഈ മനുഷ്യൻ അവിടെ കഥകിൽ നിന്നിട്ട് തട്ടുന്നുണ്ടായിരുന്നു. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. ഇതും ഞങ്ങളുടെ ഒരു സ്പോൺസറാണ്. കഷ്ടായി പോയി. വെടി വെച്ച് കൊല്ലണം അപ്പൊ അതിനെ.